ജ്യോതിഷത്തിലെ അതീവ നിഗൂഢതകളും സവിശേഷതകളും നിറഞ്ഞ നക്ഷത്രമാണ് ചതയം. ശതഭിഷക് അഥവാ 100 വൈദ്യന്മാരുടെ കരുത്തുള്ള നക്ഷത്രമെന്ന് ഇതിനെ വിശേഷിപ്പിക്കുന്നു. രാഹു അധിപനായ കുംഭം രാശിയിൽ സ്ഥിതി ചെയ്യുന്ന ചതയം നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ ഒരു സുപ്രധാന വഴിത്തിരിവാണ്. ബുദ്ധിശക്തി കൊണ്ടും ദൈവാനുഗ്രഹം കൊണ്ടും തടസ്സങ്ങളെ അതിജീവിക്കാൻ നിങ്ങൾക്ക് കഴിയുന്ന മാസമാണിത്. 2026 മാർച്ച് മാസം നിങ്ങളുടെ സാമ്പത്തികം, തൊഴിൽ, ദാമ്പത്യം, ആരോഗ്യം, ആത്മീയത എന്നീ മേഖലകളിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. ചതയം നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിത വിജയങ്ങൾ പല മേഖലയിലും ഉണ്ടാകും. വ്യാഴം 5ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ വ്യാഴത്തിന്റെ സ്വാധീനം ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെ വലിയ പ്രതിസന്ധികളെ മറികടക്കാൻ സാധിക്കും. കലാ സാഹിത്യ രംഗത്തും ഗവേഷണ രംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും ലഭിക്കാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ കുറേ മാസങ്ങളായി മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും ഈ മാസം പുനരാരംഭിക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് വീട് നിർമ്മാണം, ഭൂമി ഇടപാടുകൾ എന്നിവയിൽ പുരോഗതിയുണ്ടാകും. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ രേഖകൾ ലഭിക്കാനും യാത്രകൾ സഫലമാകാനും ഈ മാസം വഴിയൊരുങ്ങും. സാമ്പത്തികമായി സമ്മിശ്രമായ ഫലങ്ങളാണ് ഈ മാസം പ്രതീക്ഷിക്കേണ്ടത്. സ്ഥിരമായ വരുമാനത്തിന് പുറമെ അധിക വരുമാന മാർഗങ്ങൾ തെളിയും. പഴയ നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം കൊയ്യാൻ സാധിക്കും. ശനി 2ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ അനാവശ്യ ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. കുടുംബാംഗങ്ങളുടെ ആരോഗ്യത്തിനോ അനാവശ്യ ആഡംബരങ്ങൾക്കോ വേണ്ടി പണം ചെലവാകാം. ഓഹരി വിപണിയിലോ ചിട്ടിയിലോ പണം നിക്ഷേപിക്കുമ്പോൾ അതീവ ജാഗ്രത പാലിക്കണം. വലിയ തുകകൾ ആർക്കും കടം കൊടുക്കരുത്. തിരിച്ചു കിട്ടാൻ പ്രയാസമായിരിക്കും. പുതിയ വായ്പകൾ എടുക്കാൻ ശ്രമിക്കുന്നവർക്ക് അത് എളുപ്പത്തിൽ അനുവദിച്ചു കിട്ടും. എങ്കിലും തിരിച്ചടവ് ശേഷി പരിശോധിച്ച ശേഷം മാത്രം കടമെടുക്കുക. തൊഴിൽ രംഗത്ത് വലിയ മാറ്റങ്ങൾ സംഭവിക്കാം. സർക്കാർ ജീവനക്കാർക്കും സ്വകാര്യ മേഖലയിലുള്ളവർക്കും ജോലിയിൽ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും. മേലുദ്യോഗസ്ഥരിൽ നിന്ന് ചില സമ്മർദ്ദങ്ങൾ ഉണ്ടായേക്കാം. എങ്കിലും വ്യാഴത്തിന്റെ ദൃഷ്ടി ഉള്ളതിനാൽ സഹപ്രവർത്തകരുടെ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കും. ദീർഘകാലമായി പ്രൊമോഷൻ കാത്തിരുന്നവർക്ക് ഈ മാസം അനുകൂലമായ വാർത്തകൾ കേൾക്കാം. സ്ഥലം മാറ്റത്തിന് ശ്രമിക്കുന്നവർക്ക് താല്പര്യമുള്ള ഇടത്തേക്ക് മാറ്റം ലഭിക്കാൻ സാധ്യതയുണ്ട്. ചതയം നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്ക് ഈ മാസം പുതിയ കരാറുകളിൽ ഏർപ്പെടാൻ സാധിക്കും. എന്നാൽ പങ്കാളിത്ത ബിസിനസ്സുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ കണക്കുകൾ കൃത്യമായി സൂക്ഷിക്കണം. ചെറിയ അശ്രദ്ധ പോലും വലിയ നഷ്ടങ്ങൾക്ക് കാരണമായേക്കാം. പുതിയ തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാൻ അനുയോജ്യമായ സമയമാണ്. സാങ്കേതിക മേഖലയുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകളിൽ വലിയ ലാഭം പ്രതീക്ഷിക്കാം. കുടുംബജീവിതത്തിൽ ചില വിട്ടുവീഴ്ചകൾ ആവശ്യമായി വരുന്ന മാസമാണിത്. പങ്കാളിയുമായി ചെറിയ കാര്യങ്ങളെ ചൊല്ലി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 5ാം ഭാവത്തിലെ കേതുവിന്റെ സ്വാധീനം സംശയങ്ങൾക്കും കലഹങ്ങൾക്കും കാരണമായേക്കാം. സംസാരത്തിൽ മിതത്വം പാലിക്കുന്നത് ദാമ്പത്യം സന്തോഷകരമാക്കാൻ സഹായിക്കും. കുട്ടികളുടെ കാര്യത്തിൽ വലിയ സന്തോഷം അനുഭവപ്പെടും. അവരുടെ പഠന കാര്യത്തിലോ ഔദ്യോഗിക മേഖലയിലോ ഉള്ള പുരോഗതി കുടുംബത്തിന് അഭിമാനമാകും. ബന്ധുക്കളുമായി ഉണ്ടായിരുന്ന പിണക്കങ്ങൾ മാറി ഐശ്വര്യമുണ്ടാകും. കുടുംബത്തിലെ മുതിർന്ന വ്യക്തികളുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. വിവാഹാലോചനകൾ നടത്തുന്ന ചതയം നക്ഷത്രക്കാർക്ക് ഉചിതമായ ആലോചനകൾ വരാൻ സാധ്യതയുണ്ട്. വ്യാഴത്തിന്റെ അനുഗ്രഹം ഉള്ളതിനാൽ വിവാഹ നിശ്ചയം പോലുള്ള കാര്യങ്ങൾ ശുഭകരമായി നടക്കും. മനസമാധാനം നിലനിർത്താൻ ആത്മീയമായ വഴി തേടുന്നത് നല്ലതാണ്. 7.5 ശനിയുടെ കാലമായതിനാൽ മാനസികമായ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് മറികടക്കാൻ ദിവസവും ധ്യാനമോ ജപമോ ശീലമാക്കുക. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ അവസരം ലഭിക്കും. ഇത് മനസ്സിന് പോസിറ്റീവ് ഊർജം നൽകും. മറ്റുള്ളവരെ സഹായിക്കുന്നത് വഴി മാനസിക സംതൃപ്തി ലഭിക്കും. അന്നദാനം പോലുള്ള കാര്യങ്ങളിൽ പങ്കാളിയാവുന്നത് രാഹുവിന്റെ ദോഷം കുറയ്ക്കാൻ സഹായിക്കും. ആരോഗ്യകാര്യത്തിൽ ഒട്ടും അശ്രദ്ധ പാടില്ല. കാലുവേദന, സന്ധിവേദന എന്നിവ ചതയം നക്ഷത്രക്കാരെ അലട്ടാൻ സാധ്യതയുണ്ട്. കൃത്യമായ വ്യായാമം ശീലിക്കുക. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ പുറത്തു നിന്നുള്ള ഭക്ഷണം പരമാവധി ഒഴിവാക്കുക. ലഹരി പദാർത്ഥങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടത് അത്യാവശ്യമാണ്. രാത്രികാലങ്ങളിലെ ദൂരയാത്രകളിൽ അതീവ ജാഗ്രത പാലിക്കണം. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വേഗത കുറയ്ക്കുക. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രയാസം നേരിടാം. എന്നാൽ കഠിനാധ്വാനം ചെയ്താൽ മികച്ച വിജയം കൈവരിക്കാൻ സാധിക്കും. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് സമയം അനുകൂലമാണ്. പിതൃസ്വത്ത് സംബന്ധമായ തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് ചർച്ചകളിലൂടെ പരിഹരിക്കാൻ ശ്രമിക്കണം. കോടതി കാര്യങ്ങളിൽ അല്പം കാലതാമസം നേരിട്ടേക്കാം. എടുത്തുചാടിയുള്ള സംസാരവും തീരുമാനങ്ങളും വിനയാകും. ആലോചിച്ച ശേഷം മാത്രം മറുപടി പറയുക. പ്രധാനപ്പെട്ട രേഖകളിൽ ഒപ്പിടുമ്പോൾ 2 തവണ വായിച്ചു നോക്കുക. മോശം കൂട്ടുകെട്ടുകൾ വഴി ചീത്തപ്പേരുണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനാൽ സൗഹൃദങ്ങളിൽ വിവേചനം കാണിക്കുക. ഈ മാസത്തെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ ചില പരിഹാരങ്ങൾ ചെയ്യാവുന്നതാണ്. ശനിയാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി ധാരയോ പിൻവിളക്കോ വഴിപാടായി കഴിപ്പിക്കുക. ഓം നമഃശിവായ എന്ന മന്ത്രം 108 തവണ ജപിക്കുക. ചതയം രാഹുവിന്റെ നക്ഷത്രമായതിനാൽ നാഗദൈവങ്ങൾക്ക് 100 പാലും സമർപ്പിക്കുന്നത് തടസ്സങ്ങൾ മാറാൻ സഹായിക്കും. ശാസ്താവിന് നീരാജനം സമർപ്പിക്കുന്നത് 7.5 ശനിയുടെ കാഠിന്യം കുറയ്ക്കും. കാക്കിക്ക് ഭക്ഷണം നൽകുന്നതും നല്ലതാണ്.
വ്യാഴാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് സാമ്പത്തിക അഭിവൃദ്ധിക്ക് കാരണമാകും. രാഹുവിന്റെ സ്വാധീനം കാരണം തെറ്റിദ്ധാരണകൾ, ശത്രുത, സാമ്പത്തിക നഷ്ടം, ആരോഗ്യ പ്രശ്നങ്ങൾ, മാനസിക സംഘർഷങ്ങൾ എന്നിവ അനുഭവപ്പെടാം. ഈ ദോഷങ്ങളെ കുറയ്ക്കുന്നതിനും ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വരുത്തുന്നതിനും ചില പരിഹാര മാർഗങ്ങൾ ചെയ്യാവുന്നതാണ്. രാഹുവിന്റെ മൂലമന്ത്രം, ഗായത്രി മന്ത്രം എന്നിവ ദിവസവും ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. ദുർഗാദേവിക്ക് കടുംപായസം, പാൽപായസം എന്നിവ നേദിക്കുന്നത് രാഹുദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. ശിവക്ഷേത്രത്തിൽ കൂവളത്തില സമർപ്പിക്കുന്നതും ധാര നടത്തുന്നതും നല്ലതാണ്. നാഗരാജ ക്ഷേത്രങ്ങളിൽ നൂറും പാലും, മുട്ടുറയ്ക്കൽ, സർപ്പബലി എന്നിവ നടത്തുന്നത് രാഹുദോഷം കുറയ്ക്കും. പ്രത്യേകിച്ച് രാഹുവിന്റെ ദശാകാലത്ത് ഇത് വളരെ പ്രധാനമാണ്. രാഹുവിനെ പോലെ തന്നെ ശനിയുടെ സ്വാധീനവും ചതയം നക്ഷത്രത്തിൽ കാണാം. ശനിപ്രീതികരമായ കർമ്മങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. ശനീശ്വര മന്ത്രജപം, നീലവസ്ത്രങ്ങൾ ദാനം ചെയ്യുക, എണ്ണവിളക്ക് കത്തിക്കുക എന്നിവ ശനിയെ പ്രീതിപ്പെടുത്താൻ സഹായിക്കും. ചതയം നക്ഷത്രത്തിന്റെ ദേവത വരുണനാണ്. വരുണദേവനെ പ്രീതിപ്പെടുത്തുന്നതും ദുർഗാദേവിയെയും ഗണപതിയെയും ഭജിക്കുന്നതും ദോഷബലങ്ങളെ കുറയ്ക്കാൻ സഹായിക്കും. ദിവസവും വരുണദേവനെ സ്മരിക്കുന്നത് നല്ലതാണ്. സമുദ്രസ്നാനം, നദീസ്നാനം എന്നിവ സാധ്യമെങ്കിൽ ചെയ്യുന്നത് ഉത്തമമാണ്. വരുണ സൂക്തം ജപിക്കുന്നത് വളരെ ഫലപ്രദമാണ്. ദുർഗാദേവിയെ നിത്യവും ഭജിക്കുന്നത് രാഹുദോഷങ്ങൾ കുറയ്ക്കും. ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ദുർഗാക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും പുഷ്പാഞ്ജലി, രക്തപുഷ്പാഞ്ജലി എന്നിവ സമർപ്പിക്കുകയും ചെയ്യാം. ദേവീ മഹാത്മ്യം പാരായണം ചെയ്യുന്നത് വളരെ നല്ലതാണ്. വിഘ്നേശ്വരനായ ഗണപതിയെ ആരാധിക്കുന്നത് തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കും. ഗണപതി ഹോമം നടത്തുന്നത് ദോഷഫലങ്ങൾ കുറയ്ക്കാൻ വളരെ ഫലപ്രദമാണ്. ദിവസവും ഗണപതി മന്ത്രം ജപിക്കുന്നതും അപ്പം, മോദകം എന്നിവ നിവേദിക്കുന്നതും നല്ലതാണ്. രാഹുവിന്റെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ ഏറ്റവും ഉത്തമമായ രത്നമാണ് ഗോമേതകം. ഇത് ധരിക്കുന്നത് ഭാഗ്യം കൊണ്ടുവരാനും മാനസിക പിരിമുറുക്കം കുറയ്ക്കാനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും സഹായിക്കും. ജ്യോതിഷന്റെ ഉപദേശം തേടി ശരിയായ തൂക്കത്തിലും ലോകത്തിലും ധരിക്കുക. ശനിയുടെ രത്നമായ ഇന്ദ്രനീലം ധരിക്കുന്നത് ചതയം നക്ഷത്രക്കാർക്ക് ഗുണകരമാണ്. ഇത് ഭാഗ്യം, ആരോഗ്യം, സാമ്പത്തിക അഭിവൃദ്ധി എന്നിവ നൽകാൻ സഹായിക്കും. എന്നാൽ ഇത് ധരിക്കുന്നതിന് മുൻപ് ഒരു ജ്യോതിഷന്റെ ഉപദേശം തേടുന്നത് അത്യാവശ്യമാണ്. കാരണം എല്ലാവർക്കും ഇന്ദ്രനീലം അനുയോജ്യമല്ല. ചതയം നക്ഷത്രത്തിന്റെ വൃക്ഷം കടമ്പാണ്. കടമ്പ് വൃക്ഷത്തെ പരിപാലിക്കുന്നതും അതിന്റെ ചുവട്ടിൽ വിളക്ക് കൊളുത്തുന്നതും നല്ലതാണ്. രാഹുവിന്റെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ കറുത്ത ഉഴുന്ന്, കറുത്ത വസ്ത്രങ്ങൾ എന്നിവ ദാനം ചെയ്യുന്നത് നല്ലതാണ്. പാവപ്പെട്ടവർക്കും വിശക്കുന്നവർക്കും ഭക്ഷണം നൽകുന്നത് വളരെ ഉത്തമമാണ്. രോഗികളെ സഹായിക്കുകയും മരുന്ന് വാങ്ങി നൽകുകയും ചെയ്യുന്നത് നല്ല ഫലങ്ങൾ നൽകും. തെരുവു മൃഗങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത് ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. വീടിന്റെ തെക്ക് പടിഞ്ഞാറ് ദിശ ശുദ്ധിയായി സൂക്ഷിക്കുന്നത് രാഹുവിന്റെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. വീടിന്റെ അകത്ത് അമിതമായി കറുത്ത നിറം ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. വീടിന്റെ മുറ്റത്ത് തുളസിച്ചെടി നടുന്നത് നെഗറ്റീവ് ഊർജ്ജത്തെ ഇല്ലാതാക്കാൻ സഹായിക്കും. പരിഹാര മാർഗങ്ങൾ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് ഒരു നല്ല ജ്യോതിഷന്റെ ഉപദേശം തേടുന്നത് വളരെ പ്രധാനമാണ്. ഓരോ വ്യക്തിയുടെയും ഗ്രഹനില അനുസരിച്ച് പരിഹാരങ്ങളിൽ വ്യത്യാസപ്പെടാം. ദോഷഫലങ്ങൾ കുറയ്ക്കാൻ ഒറ്റ ദിവസം കൊണ്ടോ ഒറ്റ പ്രാവശ്യം കൊണ്ടോ സാധ്യമല്ല. തുടർച്ചയായ പ്രയത്നവും വിശ്വാസവും ഇതിനാവശ്യമാണ്. ഹനുമാൻ ചാലിസ ദിവസവും പാരായണം ചെയ്യുന്നത് രാഹുവിന്റെ ദോഷഫലങ്ങൾ കുറയ്ക്കാനും ധൈര്യം വർദ്ധിപ്പിക്കാനും സഹായിക്കും. ചൊവ്വാഴ്ചകളിൽ ഹനുമാൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ്. 2026 മാർച്ച് മാസം ചതയ നക്ഷത്രക്കാർക്ക് വെല്ലുവിളികളും അവസരങ്ങളും ഒരുപോലെ നൽകുന്നു. വ്യാഴത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ സംരക്ഷണ കവചമായി കൂടെയുണ്ടാകും. സാമ്പത്തിക കാര്യങ്ങളിൽ അച്ചടക്കം പാലിക്കുകയും കുടുംബാംഗങ്ങളോട് സ്നേഹത്തോടെ പെരുമാറുകയും ചെയ്താൽ ഈ മാസം നിങ്ങൾക്ക് ഏറെ നേട്ടങ്ങൾ നൽകും. ആരോഗ്യകാര്യത്തിലും വാഹന ഉപയോഗത്തിലും പുലർത്തുന്ന ജാഗ്രത വലിയ വിപത്തുകളെ തടയാൻ സഹായിക്കും. മൊത്തത്തിൽ പറഞ്ഞാൽ ആത്മവിശ്വാസത്തോടെയും ഈശ്വര ചിന്തയോടെയും നീങ്ങിയാൽ ചതയം നക്ഷത്രക്കാർക്ക് ഒരു മികച്ച തുടക്കമായിരിക്കും.